ഹായ് ഗൈസ്, ഇന്ന് അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. കോഴി വരട്ടിയത്, അതാണ് ഈ റെസിപ്പിയുടെ പേര്. ചോറ്, പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഈ കോഴി വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. ഇതുപോലെ ഇടത്തരം കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകി വാരി കുറച്ച് സമയം വെള്ളം വാലാൻ വെച്ചു. അത് ഞാനൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായ സാധാരണ 1.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഈ ടീസ്പൂണിൻ്റെ അളവിനാണ് ഞാൻ ഓരോ പൊടികൾ എടുക്കുന്നത്. ഇനി 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.25 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് വീട്ടിൽ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1.5 ടീസ്പൂൺ. ശരിക്കും ഈ കോഴി വരട്ടിയതിലിട്ട് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഗരം മസാല വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണ വിധത്തിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി 1 മണിക്കൂർ നേരം നമുക്കിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. ഇവിടെ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 7 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കുടം വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് കിട്ടാൻ ഞാൻ വേഗം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചതച്ചെടുത്താണ്. 2 തക്കാളി ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. തക്കാളി അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതാണ് 1 കുടം വെളുത്തുള്ളി. അറിയാത്തവർക്കാട്ടോ ഞാൻ പറയണത്. ഇങ്ങനത്തെ 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഫുൾ എടുത്തേക്കണത്. ഇപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ആ സവാളയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കണത്. അപ്പോൾ ഒട്ടും ഞാൻ ഈ ചിക്കനിൽ വെള്ളം ചേർക്കണില്ല കേട്ടോ. ആ സവാള അരച്ചത് ഞാൻ ജാറിൻ്റെ അടപ്പിൽ നിന്ന് നന്നായി വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ആ അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ നമുക്ക് അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം. ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഞാൻ അരപ്പ് വടിച്ചിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് നന്നായി വഴറ്റി കൊടുത്ത് പച്ചമണം മാറി. അപ്പോൾ നമുക്കതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണത് 2 തക്കാളി. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വരട്ടിയതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ചിക്കൻ വെന്ത് കിട്ടുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് നമുക്ക് ആ അരപ്പൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വച്ച് വേവിച്ചെടുക്കുക. ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൾ മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞതാണത്. അത് നമുക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന ഓരോന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മൂടി തുറന്ന് ചിക്കൻ എന്തായെന്ന് നോക്കണം കേട്ടോ. അടി പിടിക്കരുതല്ല, മൺചട്ടിയിലല്ലേ വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളവും ചേർക്കണില്ല. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് ഞാൻ വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് വേവണ വരെ ഞാൻ ഇടയിൽ ഞാൻ ഇതുപോലെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി അതിൽ വറ്റി വരാനുണ്ട്. അത് നമുക്കൊന്ന് മൂടി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇതുപോലെ ആ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് പാകമായി വന്നിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. ഇനി നമുക്ക് ആ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ വരട്ടിയതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മടിക്കരുത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഈ കോഴി വരട്ടിയത്. അപ്പോൾ ഞാൻ ഇനി ഇതുപോലുള്ള റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരേക്കും ബായ്.